വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകിലോട്ട് രാംകുമാർ, ഹൈമോദി, ദിയ എന്നീ 3 കഥാപാത്രങ്ങൾ ഇനി എപ്പോഴാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ മിസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന രീതിക്ക് ഒരുപാട് കമൻസും വരുന്നുണ്ട്. പിന്നെ അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ എപ്പോഴായിരിക്കും വരിക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിന് സീസൺ 2-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 3 കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രങ്ങളായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും പിന്നീട് പ്രേക്ഷകരെ എതിർത്ത് മുടിയുടെ ഇൻ്റർവ്യൂക്ക് ശേഷം അവർക്ക് ഒരു പോസിറ്റീവ് കഥാപാത്രങ്ങളാക്കി മാറ്റി. അതായത് ആ സീരിയലിൽ നിന്ന് സിറ്റ്കോമിലോട്ട് ജോണറിനെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരെയും പോസിറ്റീവായിട്ടുള്ളൊരു കഥാപാത്രങ്ങളായിട്ട് ബാലുവിൻ്റെ അയൽവാസികളൊക്കെ ആയിട്ട് ബാലുവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ളൊക്കെ ക്യാരക്ടറാക്കിയിട്ടൊക്കെ ഇവരെ മാറ്റി. അങ്ങനെ വീണ്ടും സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സീസൺ 2 അവസാനിച്ചത്. സീസൺ 3-ലോട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് സീസൺ 3 ആരംഭിച്ചത്. അതിലേറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ശ്രീകുട്ടനും ഗൗരിയും വന്നു. മാത്രമല്ല രാംകുമാർ, ഹൈമോദി, ദിയ എന്നൊരു ക്യാരക്ടേഴ്സ് എക്സിസ്റ്റിങ്ങേ അല്ല എന്ന രീതിക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബാലുവിന് വെറും 4 മക്കൾ എന്ന രീതിക്കും മുടിയൻ എന്നൊരു പുത്രൻ ഇല്ല എന്ന രീതിക്കും. ഒബ്വിയസ്ലി മുടിയനില്ലാത്ത സ്ഥിതിക്ക് ഈ 3 കഥാപാത്രങ്ങൾ ഇല്ല എന്ന രീതിക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ വരാൻ ചാൻസസ് ഉണ്ട്, 1 കൊല്ലം കഴിഞ്ഞ് ഈ അഗ്രിമെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ മുടിയൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു 3 കഥാപാത്രങ്ങളും ഉണ്ടാവും. മുടിയൻ ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് സീസൺ 3-ൽ നിന്ന് ഇവരെ അവോയ്ഡ് ചെയ്തത്. സീസൺ 2-ലെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് അത് തന്നെയായിരുന്നു, മുടിയൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു 3 കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന രീതിക്ക്. അതുകൊണ്ട് തന്നെയാണ് സീസൺ 3-ൽ അവരെ ഒഴിവാക്കിയത്. ഇനി മുടിയൻ സീസൺ 3-ലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ കഥാസന്ദർഭം ഇങ്ങനെ തന്നെയായിരിക്കും. മുടിയൻ കല്യാണം കഴിച്ച് ദിയയുമായിട്ട് വരുന്നത് പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാംകുമാറും ഹൈമോദിയും എക്സിസ്റ്റിംഗ് ആണ് എന്ന രീതിക്ക് തന്നെയാണ് കാണിക്കുള്ളൂ. അവരും എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ദിയയോടൊപ്പം മാത്രമായിരിക്കുള്ളൂ. ഏതായാലും ഇപ്പം മുളകിലെ എല്ലാ ക്യാരക്ടേഴ്സിനും സീസൺ 1 മുതൽ സീസൺ 3 വരെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുന്ന ക്യാരക്ടേഴ്സാണ് ഈ രാംകുമാർ, ഹൈമോദി, ദിയ, മുടിയൻ എല്ലാവരും. ഇവരെല്ലാവരും ഒരുമിച്ച് വരാൻ സീസൺ 3-ൽ ചാൻസ് ഉണ്ട്. അതായത് മുടിയൻ്റെ പ്രശ്നങ്ങൾ തീർന്ന് മുടിയൻ വരികയാണെങ്കിൽ ഇവർ 4 പേരും ഒരുമിച്ച് വരാൻ ചാൻസസ് ഹൈ ആണ്. നമ്മളിതുവരെ രാംകുമാർ, ഹൈമോദി, ദിയ, മുടിയൻ ഈ 4 പേരുടെയും കോംബോവും ഒരുമിച്ച് ഇപ്പോൾ മുളകിൽ കണ്ടിട്ടില്ല. കാരണം ഇവർ ഇൻട്രൊഡ്യൂസ് ആവുന്നതിന് ശേഷം, അതായത് ഹൈമോദിക്ക് വരുന്നതിന് മുമ്പ് തന്നെ മുടിയൻ ഇപ്പോൾ മുളകിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ സീസൺ 3-ൽ ഇവരും 4 പേരും ഒരുമിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അത് ഓഡിയൻസിന് കാണാൻ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരുമിച്ച് തിരിച്ച് വരാൻ തന്നെയാണ് മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ഹൈ ചാൻസസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാംകുമാർ, ഹൈമോദി, അതായത് ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന രാജേഷ് ഹെബ്ബാറും സജിത ബേട്ടിയൊക്കെ ഇവരൊക്കെ വേറൊരു സ്വകാര്യ ചാനലിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഫ്ലവേഴ്സിൻ്റെ തന്നെ ഹോം എന്ന്, അതായത് ഉപ്പുമുളകിൻ്റെ സീസൺ 2-ൻ്റെ ഡയറക്ടറായ ഉണ്ണിസാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഹോം എന്നൊരു പുതിയ സീരീസിലെ മേജർ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇവരിപ്പോഴും ചെയ്യുന്നത്. അതിലും പെയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ വലിയ പാടുപെട്ട പണിയൊന്നുമില്ല. മുടിയൻ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഇവരെല്ലാവരും ഒരുമിച്ച് തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു റീ എൻട്രിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.